ഹായ് മച്ചാമാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കുമിളിയിലാണ് കേട്ടോ. കുമിളിയിൽ പെരിയാർ ടൈഗർ ഫോറസ്റ്റ് റിസർവിൽ 14 കിലോമീറ്റർ ഉള്ളിൽ കാടിന് നടുക്ക് ഒരു ക്ഷേത്രമുണ്ട്, മംഗളാദേവി ക്ഷേത്രം. ഫോറസ്റ്റിൻ്റെ പെർമിഷൻ എടുക്കാതെ ഈ ഒരു ദിവസം മാത്രമാണ് ഇവിടെ തുറക്കുന്നത്. പിന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മംഗളാദേവി ക്ഷേത്രത്തിനെ പറ്റിയാണ്ടാ. അപ്പോൾ മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നും കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് വണ്ടി കട്ടപ്പന റൂട്ടിലോട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ടാ. വണ്ടികളുടെ മേലൊക്കെ നിറച്ച് പൊടിയാണ്. ഇതേപോലെ 3-4 സ്റ്റാഫിന് മേടിച്ച് കെട്ടിയില്ലെങ്കിൽ പണി കിട്ടും. 2 മണി വരെ കയറ്റി വിടുള്ളൂ എന്നാണ് പറഞ്ഞേക്കണത് മംഗളാദേവി അമ്പലത്തിലേക്ക്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കയറി പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പാസ്സുള്ള ജീപ്പിന് മാത്രമേ കയറി പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്ട് അവിടെ. ഞങ്ങൾ വണ്ടി പാർക്കിങ്ങിന് പോയപ്പോൾ ജീപ്പ് ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കണേ. പിന്നെ പോണ വഴി നല്ല പൊടിയാണ്. അപ്പോൾ നമുക്ക് നോക്കട്ടാ എന്തൊക്കെയാണ് സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് പോകാൻ പോണത്. ജയ്പ്രോ തോർത്തൊക്കെ മേടിച്ച് കെട്ടി, ഞങ്ങൾ ഒരു തോർത്ത് മേടിച്ച് കെട്ടാൻ വേണ്ടി പോണേ. നിറച്ച് പൊടിയാണ്. 14 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടി നടക്കാൻ കൊതിയുള്ളവർക്ക് നടക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ജീപ്പ് സർവീസ് അവൈലബിൾ ആണ്. അത് കുമിളി സ്റ്റാൻഡിൽ നിന്നാണ്. അങ്ങനെ കുമിളി സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ ക്യൂ നോക്കിയപ്പോൾ അങ്ങ് അറ്റം വരെയുണ്ട്. നല്ല വെയിലും ഉണ്ടായിരുന്നിട്ടാ. അങ്ങനെ വേറെ രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങളും ക്യൂവിൽ നിൽക്കാൻ തീരുമാനിച്ചിട്ടാ. കുറേ ജീപ്പുകൾ ഉള്ളതുകൊണ്ട് ക്യൂ പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നിട്ടാ. എൻ്റെ കൂടെ ഇന്ന് 3 കൂട്ടുകാരന്മാരുണ്ട് കേട്ടോ. ഏപ്രിൽ മാസമായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു മച്ചാമാരെ. ഒരു തോർത്തുള്ളത് കൊണ്ട് ഞങ്ങൾ ക്യൂവിൽ ആ തോർത്ത് തലയിലിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. നല്ല ചൂടാണ്, ഒടുക്കത്തെ ക്യൂ ആണ്. അങ്ങോട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സഹിക്കേണ്ടി വരും കേട്ടോ. നല്ല തിരക്കായതുകൊണ്ട് തന്നെ അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഫോറസ്റ്റുകാരും പോലീസുകാരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കേരള പോലീസും തമിഴ്നാട് പോലീസും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കയറാൻ പോകുന്നുണ്ട്. തൊട്ടടുത്ത തീടാ. ഇപ്പൊ സമയം 12:48 ആയിട്ടാ. അടി വേണ്ട. അപ്പൊ നമ്മ വണ്ടി കയറിയിട്ടാ. ഇനി നേരെ മംഗളാദേവി ക്ഷേത്രത്തിലേക്കാണ് നമ്മ പോണേട്ടാ. വണ്ടിയിലെല്ലാരും കുത്തി നിറച്ച് കൊണ്ടുപോവുകയാണ്. വണ്ടിയിലൊക്കെ നല്ല പൊടിയാണ്. പോകുന്ന വഴി നല്ല പൊടിയാണ്ടാ. കുമിളിയിൽ നിന്നും ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ഗേറ്റ് കഴിഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റാണ്. മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകാൻ നല്ല തിരക്കാണ് കേട്ടോ. ഓരോ ജീപ്പിനും പാസ് ഉണ്ട് കേട്ടോ. പാസ്സുള്ള ജീപ്പ് മാത്രമേ കടത്തി വിടുള്ളൂ. 150 രൂപ പെർ ഹെഡ് നമ്മൾ മംഗളാദേവി ക്ഷേത്രം വരെ കൊടുക്കണം കേട്ടോ ജീപ്പിന്. ഇവിടെ വേറൊരു ചെക്ക് പോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വെള്ളം കുടിക്കാനുള്ള പ്ലാസ്റ്റിക് ബോട്ടിലടക്കം നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഫുൾ ടൈം മെഡിക്കൽ സർവീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഈ സ്കാനറിലൂടെ നമ്മളെ കടത്തി വിടുള്ളൂ. വനമെല്ലാം വരണ്ട് കിടക്കുന്നത് കൊണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കയറ്റി വിടുന്നത്. ഫുള്ള് സ്കാൻ ചെയ്തിട്ടാ എന്നിട്ടാണ് നമ്മളെ കയറ്റി വിട്ടത്. ഇവിടെ തൊട്ട് നല്ല പൊടിയായിരുന്നു ഗൈസ്. വണ്ടിയുടെ ഉള്ളിൽ ഒരു അമ്മ ഉണ്ടായിരുന്നിട്ടാ. കണ്ണകി ദേവിനെ പറ്റി കുറേ കാര്യങ്ങൾ അമ്മ പറയുന്നുണ്ടായിരുന്നു. ടവല് നമുക്ക് മേടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നല്ല 8ന്റെ പണിയാണ് നമുക്ക് കിട്ടിയേട്ടാ. കഴിഞ്ഞ വർഷം നല്ല മഴയായതുകൊണ്ട് പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വർഷം നല്ല പൊടിയായിരുന്നു എന്നാണ് നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞത്. പോകുന്ന വഴിയിൽ കുറേ പേര് നടന്നാണ്ട പോയിക്കൊണ്ടിരിക്കുന്നത്. 14 കിലോമീറ്റർ കാടിനുള്ളിൽ കൂടി നടക്കാൻ വേറൊരു ഫീലാണ്. പക്ഷേ ഈ പൊടിയും കൊണ്ട് നടക്കുന്നത് വളരെ അൺസഹിക്കബിളാണ്. കേരളത്തിലെ ഏറ്റവും നല്ല വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പെരിയാർ ടൈഗർ റിസർവ് തന്നെ കേട്ടോ. കാരണം പെരിയാർ ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള കുറേ പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ പെർമിഷൻ എടുക്കാതെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാടിനുള്ളിലേക്ക് കയറുന്നത് കേട്ടോ.
ഈ ഒരു ദിവസം മാത്രമേ നമുക്ക് കാടിനുള്ളിൽ പെർമിഷൻ എടുക്കാതെ കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഈ കാടിനുള്ളിലുള്ള സ്റ്റേ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. തേക്കടി എക്കോ ടൂറിസം വഴിയാണ്ടോ നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. 14 കിലോമീറ്റർ നടന്ന് വേണം അവിടെ എത്താൻ കേട്ടോ. ട്രക്ക് ചെയ്ത് കുറേ പേര് പോകുന്നുണ്ട് കേട്ടോ. അത് നല്ല ചൂട് വെയിലത്ത് ഈ പൊടിയും കൊണ്ട് ട്രക്ക് ചെയ്ത് പോകുന്നത് അത് വേറൊരു ഫീലാണ് കേട്ടോ. ഞങ്ങൾക്ക് ആ ഒരു ഫീൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞങ്ങൾ ജീപ്പ് എടുത്തേണ്ട. ജീപ്പിൽ ട്രാവൽ ചെയ്തിട്ട് തന്നെ നമുക്ക് ഒട്ടും പറ്റണുണ്ടായിരുന്നില്ല. പക്ഷേ നാളെ പോകാമെന്ന് കരുതി മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടല്ല ഇത്. വർഷത്തിലൊരിക്കലും മാത്രമേ ഇങ്ങോട്ടേക്ക് അലോഡുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഹിച്ച് ഈ വണ്ടിയിലിരുന്ന് നമുക്ക് മംഗളാദേവിയുടെ അടുത്തേക്ക് പോകേണ്ട. തമിഴ്നാട്ടിൽ നിന്നും കുറേ ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് അങ്ങോട്ടൊരു ബ്ലോക്ക് തുടങ്ങി. കാരണം ഒരു ജീപ്പിന് മാത്രം കടന്നു പോകുന്ന കുറേ വഴികളുണ്ട്. ആ വഴിയിൽ ജീപ്പ് സ്റ്റക്കായി കിടന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഏറ്റവും മുകളിൽ വരെ ജീപ്പ് ബ്ലോക്കാണ്. ഈ ഒരു ദിവസം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് ഫോറസ്റ്റ് ഓഫീസേഴ്സും പോലീസുകാരും ആയിരിക്കോട്ടെ. ഇടയ്ക്ക് ഇതേപോലെ നടന്നു വന്നവർക്കും ജീപ്പിന് വന്നവർക്കും കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇതേപോലെ വെള്ളമുള്ളത് വളരെ ഉപകാരമാണ്. കാരണം പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം അവിടെ പിടിച്ചു വെച്ചേക്കാണ്. ഇത്രയും ബ്ലോക്ക് കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോൾ 3 മണിക്കൂറെങ്കിലും പിടിക്കുമെന്നാണ് ഡ്രൈവർ ഏട്ടൻ പറഞ്ഞത്. ശരിക്കും 14 കിലോമീറ്റർ കവർ ചെയ്യാൻ 3/4 മണിക്കൂർ മാത്രം ദൂരമുള്ളൂ. പക്ഷേ ഈ ബ്ലോക്കിലൂടെ നമുക്ക് എത്തണമെങ്കിൽ 3.5 മണിക്കൂറെങ്കിലും ജീപ്പിലിരിക്കേണ്ടി വരും. കണ്ണെത്താ ദൂരത്ത് വനപ്രദേശം ഇങ്ങനെ കിടക്കുകയാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോഴാണ് ഒരു സെലിബ്രിറ്റി നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടത്. ഹായ്, എനിക്കൊരു ചെറിയ ചാനലുണ്ട് കേട്ടോ, യൂട്യൂബ്. ഇവിടെ എല്ലാ കൊല്ലവും വരാറുണ്ടോ? ആദ്യമായിട്ടാണോ? ശരിയാണ്. കൊച്ചിയിലെ ശരി. പുറകിലേക്കും ജീപ്പിന്റെ അവസ്ഥ കണ്ട് ഞാൻ ഞെട്ടി ഗൈസ്. 2 മണിക്കൂറത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വണ്ടി ഒന്ന് അനങ്ങി. നല്ല ചൂടും കൊണ്ട് ജീപ്പിലിരിക്കുന്നത് നല്ല സുഖമാണ്. അങ്ങ് ദൂരെ ആ മലമുകളിലേക്കാണ് നമുക്ക് കയറി പോവേണ്ടത്. അവിടെ കാടിന് തീ പിടിച്ചിട്ടുണ്ട്. അവിടെ പുകയുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. കുമളിയിൽ നിന്ന് മാത്രമല്ല കേട്ടാ, തമിഴ്നാട്ടിൽ നിന്നും നമുക്ക് ഇതിലേക്ക് അലൗഡാണ് കേട്ടോ. ഇതാ കാണുന്ന വഴിയിലൂടെ തമിഴ്നാട്ടിലെ ഭക്തജനങ്ങൾ കടന്നു വരുന്ന കാഴ്ച ഞാൻ കണ്ടായിരുന്നു കേട്ടോ. സമയം 3:30 മണിയായിട്ടാ. നമ്മളിപ്പോഴാണ് എത്തണത്. 12:45 ഞങ്ങൾ അവിടെ നിന്ന് ജീപ്പിൽ കയറിയത്. ഇപ്പം 3:30 മണിയായിട്ടാ. പിന്നീടാണ് ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. തിരിച്ചു പോകാൻ ഇവിടെ ജീപ്പിന് ഇടിയാണ്. ഞങ്ങളെല്ലാം ചെമ്പങ്കുന്നായിട്ടാ. ഇപ്പം 3:45 ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടില്ല. ഇതുവരെ നല്ല തിരക്കുണ്ടോ. എല്ലാരും ഞാൻ ട്രാപ്പാക്കിന്ന് പറയണേട്ടാ. 4 മണിയായി. തിരിച്ചു പോവാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. വണ്ടി ഷോർട്ടാണ്. അപ്പൊ ഞങ്ങക്ക് തിരിച്ചു പോണ കാര്യം എന്തായാലും പണി കിട്ടുമെന്നുള്ള കാര്യം 100% ഗ്യാരണ്ടി ഉണ്ടോ. ചാപ്പാട് കിട്ടുന്ന സ്ഥലം ഇതാണ്. എന്റെ അമ്മോ, തമിഴ്നാടിന്റെ ഒരു ഗ്രാമം നമുക്ക് കാണാൻ പറ്റും. ഈ വണ്ടിയില് സോറാണ്. അല്ലയോ ஜிபே எல்லாமே உங்களுக்கு அவைலபிளா
അങ്ങനെ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ കുമളിയിൽ പ്രശസ്തമായ ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രം. മംഗളദായിനി സങ്കല്പത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കണ്ണകി എന്നും സങ്കല്പമുണ്ട്. ഞാനിവിടെ ചോദിച്ചപ്പോൾ 1000 വർഷത്തിനടുത്ത് പഴക്കമുള്ള ഒരു അമ്പലമാണിതെന്നാണ് ഞാൻ അറിഞ്ഞത്. സീ ലെവലിൽ നിന്നും 1337 മീറ്റർ ഉയരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്, അതും കൊടുങ്കാട്ടിൽ. അറ്റത്ത് കാണുന്നത് കേരളത്തിൻ്റെ ശിവക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് തമിഴ്നാടിൻ്റെ കണ്ണകി ക്ഷേത്രം, അതായത് മംഗളാദേവി ക്ഷേത്രം. ക്യാമറയുമായി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണോ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോസ് അവതരിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കഥ കേൾക്കാൻ താല്പര്യമുള്ളവർ ഗൂഗിളിൽ നിന്നും അടിച്ചു മാറ്റിയ കുറച്ച് സാധനങ്ങൾ ഞാനിപ്പോൾ ഇതിലൂടെ ചേർക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. AD 1-ാം നൂറ്റാണ്ടിൽ ഒരു സംഘകാല തമിഴ് രാജാവ് പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രമാണ് മംഗളാദേവി കണ്ണകി ക്ഷേത്രം. ഇന്നത്തെ തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെയും കേരളത്തിലെ ഇടുക്കി ജില്ലയുടെയും അതിർത്തിയിൽ തേനി ജില്ലയിൽ പഴിയൻകുടിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കിയിലെ തേക്കടിയിൽ നിന്നും 14 കിലോമീറ്റർ ദൂരം. അപ്പോൾ തേനിയുടെയും ഇടുക്കിയുടെയും നടുക്കായിട്ടാണ് ഈ അമ്പലം വന്നേട്ടാ. തമിഴ് ഇതിഹാസമായ ചിലപ്പത്തിക്കാരത്തിലെ ഒരു ഐക്കണാണ് കണ്ണകി. പുരാതന ചേരനാട്ടിലെ തമിഴ് രാജാവായിരുന്ന ചേരൻ ചെങ്കട്ടുവൻ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് വണ്ണാത്തിപ്പാറയിലെ കണ്ണകിക്ക് വേണ്ടി ക്ഷേത്രം സ്ഥാപിക്കുകയും അതിനെ കണ്ണകിക്കോട്ടം അല്ലെങ്കിൽ മംഗളാദേവി കണ്ണകി ക്ഷേത്രം എന്ന് വിളിക്കുകയും ചെയ്തിട്ടാണ്. അതേപോലെ പതിവായി അവിടെ പൂജകളും ചെയ്തിരുന്നു. വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കൂ. ചിത്രപൗർണമി ദിവസം. തർക്കപ്രദേശമായതിനാൽ തേനി ഇടുക്കി ജില്ലാ കളക്ടർമാരുടെയും പോലീസ് മേധാവികളുടെയും സാന്നിധ്യത്തിൽ മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം. സംസ്ഥാന പുനഃസംഘടന പ്രകാരം ക്ഷേത്രം ആദ്യം തേനി ജില്ലയിൽ ഉൾപ്പെട്ടിരുന്നതായി തോന്നുന്നു. എന്നാൽ ക്രമേണ കേരള സർക്കാർ കൂട്ടിച്ചേർക്കപ്പെട്ടു. തർക്കം ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും ഇന്ന് ക്ഷേത്രം പൂർണ്ണമായും ഇടുക്കി ജില്ല അതിർത്തിയിലാണ്. ക്ഷേത്രം തങ്ങളുടെ അധികാര പരിധിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ തമിഴ്നാട് സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെയാണ് ഞാനിവിടെ പോയത് കേട്ടോ. എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഇത്രയും വലിയ സംഭവമാണെന്ന് അറിഞ്ഞത്. ഈ കാണുന്നതാണ് മംഗളാദേവി ക്ഷേത്രം. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. ക്യാമറയുമായി കയറിയ ഒരാളെ ശകാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് 167 കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കപാതയുണ്ടാ. മധുര വരെ നീളുന്ന ഏകദേശം 170 കിലോമീറ്റർ ദൂരമുള്ളൊരു തുരങ്കപാതയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. അന്നത്തെ ചേരരാജാവ് പണി കഴിപ്പിച്ച ഒരു തുരങ്കമാണ് ഈ കാണുന്നത് കേട്ടോ. അന്നത്തെ സ്വർണവും സ്വത്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം ആ ഒരു തുരങ്കം സൃഷ്ടിച്ചത്. 170 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ മധുര വരെ നീളുന്ന ഒരു അടിപൊളി സംഭവമായിരിക്കട്ടെ അത്. അങ്ങനെ നമ്മൾ മംഗളാദേവിനോട് വിട പറഞ്ഞ് പോണേണ്ട. എന്തായാലും ആ തുരങ്കത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കാണ് കേട്ടോ. ഇനി എപ്പോഴെങ്കിലും വരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മംഗളദേവി ക്ഷേത്രത്തിനോട് ഞങ്ങൾ വിട പറയുകയാണ്. ഇവിടെ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. ഉച്ചക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് 2 പിടി അവലാണ് ഇവിടെ അന്നദാനമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയേട്ടാ. അതും കഴിച്ച് ഞങ്ങളിനി ജീപ്പിന് വേണ്ടി ക്യൂ നിൽക്കാൻ പോണേണ്. ക്യൂ നിൽക്കൽ പ്രാക്ടിക്കൽ അല്ല എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് നടക്കാൻ തീരുമാനിച്ചു. ഈ വണ്ടികൾ ഇവരെയൊക്കെ പോകാനുള്ളതാണ്ടാ. ഇത്രയും പേരുണ്ട്. അടിപൊളി ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ വണ്ടി കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം 4:30 മണിയായി. 8 മണി വരെ എന്നാലും വണ്ടി സീനായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മുഖമൊക്കെ വെറുതെ കുട്ടിച്ചാത്താനെ പോലെ കണ്ട പൊടി മുറക്കാണ്ട. എൻ്റെ ഇടയെ കൂടിയൊക്കെ കിടന്നാണ്. ശരീരം മൊത്തം പൊടിയാണ്ട. ഞങ്ങൾ അതുകൊണ്ട് ഒന്നും നോക്കാതെ നടക്കാൻ പോകണം. 14 കിലോമീറ്റർ നടക്കാൻ പോകണേണ്ട. സീൻ നോക്കിയാൽ വണ്ടി വന്ന വരവാണ്. ഒരു രക്ഷയില്ലടാ. എന്തായാലും കാടിൻ്റെ ഉള്ളിൽ വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രത്തിലാണ് നമ്മളിന്ന് വന്നേക്കണേട്ടാ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് വരണം. ഇതേപോലെ കാഴ്ചകളൊക്കെ കാണാമെന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങളുടെ മംഗളാദേവീൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുക അല്ലേ. ഇവിടെ എത്തുമ്പോൾ 1 വേ ആണ്ട. അതാണ് ഇത്ര ബ്ലോക്ക്.
അതായത് ഒരു വണ്ടി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ നോക്കി എൻ്റെ അമ്മ പൊടിയോക്കി ഇതൊക്കെ നടന്നു പോണ ആൾക്കാരുടെ മേത്താണ്ട് ഇതൊക്കെ വന്നത്. 1 മണിക്ക് അങ്ങനെ തുടങ്ങിയ യാത്രയുണ്ട, 4:30 മണിയായി. എല്ലാ സ്ഥലങ്ങളും പോയി കണ്ട് അതെ നടന്നു പോണ പൊളി മൂടാൻ രക്ഷയില്ല. കഴിഞ്ഞ വർഷമൊക്കെ മഴയുണ്ടായിരുന്നു, പൊടി ഉണ്ടായിരുന്നില്ല. മഴയില്ലാത്ത വർഷങ്ങളിലൊക്കെ ഇതുപോലെ പൊടിയായിരിക്കും. പൊടി ഒരു രക്ഷയില്ലാത്ത പൊടിയാണ്ട് എൻ്റെ അമ്മോ. കുറച്ച് നടന്ന് മുമ്പോട്ട് എത്തിയപ്പോൾ 4 പേര് അവിടെ നിൽക്കുന്നത് കണ്ട്. ആ 4 പേരോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ 4 പേരും താഴത്തേക്ക് ഇറങ്ങുകയാണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് വരുന്ന ഒരു ജീപ്പിനെ വട്ടം വെച്ച് നിന്നു എല്ലാവരും കൂടി വണ്ടിയിൽ ഓടിക്കേറി അവിടെ ഇട്ട് ജീപ്പ് വളച്ച് തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. മംഗളാദേവി അനുഗ്രഹിച്ചെന്ന് തന്നെ പറയാം. ജീപ്പ് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ നടക്കാൻ ആരംഭിച്ചത്. പക്ഷേ 2 മിനിറ്റ് നടന്നപ്പോഴേക്കും ജീപ്പ് കിട്ടിയിട്ടാ. താഴേക്ക് ഇറങ്ങാൻ ജീപ്പിൽ നല്ല തിരക്കാണ്ട. ആ ക്യൂ നിങ്ങൾ കണ്ടല്ലേ, ആ പോലീസുകാരൊക്കെ പോണ പോക്കണ്ട. ഇങ്ങനെയൊക്കെ പോയാലേ നമുക്ക് താഴത്തെത്തുള്ളൂ. അല്ലെങ്കിൽ കാട് 14 കിലോമീറ്റർ നടന്നിറങ്ങണം. നമ്മ ഇറങ്ങി വരുമ്പോൾ എന്തൊക്കെ വന്നാലും രാത്രിയാവും. താഴത്തേക്ക് ഇറങ്ങുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ, നല്ല ബ്ലോക്കായിരുന്നു. അതിനിടയിൽ ആർക്കും അപകടം പറ്റി ഒരു ആംബുലൻസ് പുറകിലുണ്ട് കേട്ടോ. ജീപ്പ് ഡ്രൈവർമാരുടെ നല്ല മനസ്സ് കാരണം ആംബുലൻസിന് വഴിയൊരുക്കി അവർ ഫ്രണ്ടിലേക്ക് കയറ്റി വിട്ടിട്ടോ. മോട്ടോർ സൈക്കിളിലൊക്കെ പോയിട്ടുണ്ടല്ലേ? അടുത്തിരിക്കുന്ന ചേട്ടൻ 20 വർഷമായിട്ട് മുടങ്ങാതെ വരുന്നുണ്ട്. മോട്ടോർ സൈക്കിളിലൊക്കെ വരെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും സീനായിട്ടാ, ചട്ടില്ല. പൊടി കൊറേ തിന്നിട്ടുണ്ട് അല്ലേ? ആയിക്കൂടിയൊക്കെ പൊടിയാണ്. അപ്പൊ മച്ചാമാരെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ. ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ.